ഈ രാജ്യത്തെ സമസ്ത മേഖലയിലും BJP അവരുടേതായ കെണികൾ ഒരുക്കി വെക്കാറുണ്ട്. വിദ്യാഭ്യാസം, വ്യവസായം, തൊഴിൽ എന്തിനേറെ പറയുന്നു ബാങ്കിംഗ് മേഖലയിൽ വരെ അവർ പടുകുഴിയാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ശക്തമായി തന്നെ എതിർക്കുമെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. സ്വജനപക്ഷപാതം, കാര്യനിർവഹണത്തിലെ പിടിപ്പുകേട് എന്നിവയിലൂടെ BJP സർക്കാർ ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്ന് കോൺഗ്രസ് തുറന്നടിക്കുമ്പോൾ ശരിക്കും കരണത്തടി കിട്ടുകയാണ് BJPക്ക്. BJP സർക്കാർ അവരുടെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ വായ്പകളാണ് എഴുതി തള്ളിയത്. സ്വജനപക്ഷപാതം, കാര്യനിർവഹണത്തിലെ പിടിപ്പുകേട് എന്നിവയിലൂടെ ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് ഈ കേന്ദ്ര സർക്കാരാണ്. ആത്യന്തികമായി ഈ ഭാരം വഹിക്കുന്നത് ജൂനിയർ ജീവനക്കാരാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ച വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ICICI ബാങ്കിലെ 782 മുൻ ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ ചെന്ന് കണ്ടിരുന്നു. ജോലി സ്ഥലത്തെ പീഡനം, നിർബന്ധിത സ്ഥലമാറ്റങ്ങൾ, NPA നിയമലംഘനങ്ങൾ, അധാർമികമായിട്ടുള്ള വായ്പ അനുവദിച്ചത് വെളിപ്പെടുത്തിയതിലുള്ള പ്രതികാര നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള പിരിച്ചുവിടൽ തുടങ്ങി ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പ്രതിനിധി സംഘം രാഹുൽ ഗാന്ധി അറിയിച്ചു. 2 സംഭവങ്ങളിൽ ജീവനക്കാർ ആത്മഹത്യയിലേക്ക് നീങ്ങിയതായിട്ടും സംഘം വെളിപ്പെടുത്തുകയുണ്ടായി. BJP സർക്കാരിന്റെ സാമ്പത്തിക ദുഷ്കൃത്യങ്ങൾക്ക് മനുഷ്യർ ഇരയാകുന്നു. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് സത്യസന്ധരായ തൊഴിലാളികളെ ബാധിക്കുന്ന ആശങ്കാജനകമായ വിഷയമാണിത്. ഇവർക്ക് നീതി ലഭിക്കുന്നതിനായി പോരാടുന്നതിനും തൊഴിൽ സ്ഥലത്തെ പീഡനങ്ങളും ചൂഷണങ്ങളും അവസാനിപ്പിക്കുന്നതിനും കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയായിരുന്നു. സമാനമായ അനീതി നേരിടുന്നവർ രാഹുൽ ഗാന്ധി .in ആശ്വാസ് ഭാരത് കീഴിലൂടെ പ്രശ്നങ്ങൾ അറിയിക്കുവാൻ്റെതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്കുകളെ മോദി സർക്കാർ കളക്ഷൻ ഏജന്റുമാരാക്കി മാറ്റിയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വിമർശിച്ചു. 2018 2024 ഇടയിൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ, ജൻധൻ അക്കൗണ്ടുകളിൽ നിന്നും മിനിമം ബാലൻസ് നിലനിർത്താത്തതിന്റെ പേരിൽ മോദി സർക്കാർ കുറഞ്ഞത് 43,500 കോടി രൂപ ഈടാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇഷ്യൂ ഫീസ്, SMS അലർട്ടുകൾ, വായ്പാ പ്രോസസിംഗ് ഫീസ്, വായ്പ കൃത്യസമയത്ത് അടച്ചാൽ വായ്പ, പ്രീ ക്ലോഷർ ചാർജുകൾ തുടങ്ങിയ ബാങ്ക് ചാർജുകളുടെ പൗരന്മാരെ കൊള്ളയടിക്കുകയാണ്. മുൻപ് ഈ ചാർജുകൾ വഴി ശേഖരിക്കുന്ന തുകയുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ RBI വിവരങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ രീതി നിർത്തലാക്കിയെന്നും ഖാർഗെ വിമർശിക്കുകയാണ്. പണമുള്ളവന് ബാധ്യത എഴുതി തള്ളുകയും ദരിദ്രനും അതിദരിദ്രനും ജപ്തി വരെ ചെയ്യുകയും ചെയ്യുന്ന പണക്കാരന്റെ സർക്കാരാണ് ഈ കേന്ദ്ര സർക്കാർ. ഈ പൂഴ്ത്തിയ 16 ലക്ഷം കോടിക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു വെക്കുന്നത്. രാഹുലിനെ കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുന്ന ജീവനക്കാരുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. I was associate vice president fraud control unit in ICICI. तो मैंने जो है संदीप बख्शी, चंदा कोचर के करीब 1000 करोड़ का गवर्नमेंट पॉलिसीज में फ्रॉड एक्सपोज किया था. इट वाज कवर्ड बाय न्यूज मीडिया एंड ऑल. तो मेरे को जो है बस बुलाया और बोला कि भाई यू स्पोक टू मीडिया, टर्मिनेटेड विदाउट गिविंग एनी अदर ग्राउंड्स, विदाउट फॉलोइंग द प्रिंसिपल ऑफ नेचुरल जस्टिस. वो अपने रूल्स. So they have a fraud department in the bank itself. Yes sir. And that department went and found this stuff. Yes. And whistleblower control, whistleblower. Quite impressive guy you are. Sir, I mean, my conscience doesn't allow me not to act against the management, and they were involved totally. Yeah, and I knew the consequences that I'll be facing, but I did not care about the consequences. I followed what was right. मुझे क्या करना? To raise voice of these people, sir, our voice, because we feel that yes, bank can ask us to leave, but then they have to follow the due process. They are not following the law of the land. They have set their own rules and regulations. Like if someone has not greeted Sandeep Bakshi, then maybe tomorrow he will get personal likes and dislikes. Yes. Like a Exactly, sir. Yes, Raja type, sir. Tamasha type, sir. कि उसने नमस्ते नहीं किया, चल भाई कल से मत आना. I believe this is a problem in the whole banking system. Why is it a problem in the banking system? Why is this happening? Sir, actually pressure for profitability. At all costs. Yeah, the profitability. And second thing is NPAs are increasing. There are 2 kind of customers, corporate and secondary retail. Corporate customers take big loan. Okay, so risk is big.
I am funding a customer who is asking for 10 crore. And on the other side, I am distributing 10 lakhs, 5 lakhs loan to retail customers. Risk is distributed. If a customer of 10 crore loan is defaulting, then how I will recover? This will be a big hit. It will be, and retail customer can't default. There are recovery agencies to recover. Legal procedure. So ultimately, how NPS impact employees are suffering. So you're saying that concentration of finance in the country is making your life miserable. Yeah, Crony capitalism is destroying you also. Yeah. Very interesting. मैं बैंक मैं यहाँ पे 8 साल से लोन्स की रिकवरी देखता था सर, पूरे एनसीआर दिल्ली की। आरएनआर का अवार्ड मिला 2019 में। 8 साल से सब अच्छा चल रहा था। सिस्टम में रिकवरी के नाम पे फाइनेंशियल मैनिपुलेशन करते थे सीए, ओपनली रॉन्ग फंडिंग किया इन्होंने एनपीए अकाउंट को। जब हमने रॉन्ग फंडिंग किया, रिकवरी के लिए कस्टमर के पास गए, बोलते 70% प्रिंसिपल को वेव ऑफ करके क्लोज करो, इसको खत्म करो। मैंने सिंपल रेज किया सर, 2014 में फंडिंग किया, दैट लोन ऑल गोज टू एनपीए इन 2016 में ऑल लोन्स को अवॉइड करके पहला आउटस्टैंडिंग एज इट इज खड़ा, डिफॉल्ट है। 16 में अगेन सेम कस्टमर को 15 लोन अकाउंट फंडिंग किए। फिर हमने बोला कि अगर 2016 में एनपीए अकाउंट को फंडिंग किया, आरबीआई की गाइडलाइन तो ऐसे नहीं बोलती है, क्या आपने उनको बताया आरबीआई को? कोई जवाब नहीं सर। हम बराबर मेल लिखते रहे। इमीडिएटली विद इन 14 डेज मेरे को डिमोट किया, मेरे को ट्रांसफर किए कि ट्रांसफर 15 दिन बाद से इफेक्टिव था, लेकिन मेल आ जाया अगले दिन आईडी ब्लॉक। आप जैसे कितने लोग होंगे आईसीआईसीआई बैंक में? 800 की लिस्ट ऑफिशियल लिस्ट में मिला है आरटीआई में। इनकी लिस्ट आपके पास है? Yes, sir. इनके नंबर्स हैं, कॉन्टैक्ट है? बैंक ने प्रोवाइड किया, सारी इन्फॉर्मेशन है। बैंक किस ग्रेड पे थे, कहाँ पे काम करते थे, थोड़ा लाइव भैया तो दे दें। जी सर, दे आर कंट्रोलिंग ऑल द लीवर्स ऑफ द गवर्नमेंट, जैसे रिटायर्ड आईएएस आईपीएस या फिर जो लेबर वाले डिपार्टमेंट के, ये सब उनके पास काम करते हैं रिटेनरशिप पे। रिटायर होने के बाद उनका मेन काम ये होता है कि ऐसे जब हम लोग वो करें कोई केस, तो बैंक के इंटरेस्ट को प्रोटेक्ट करें, इसलिए वो डरते नहीं है सर। आप लेबर जाओगे तो कोई ना कोई जो रिटायर्ड बंदा जो लेबर से आया हुआ है उनके पास वो जाके इन्फ्लुएंस कर देगा। दे इन्फ्लुएंस ईच एंड एवरी चैनल दैट गवर्न दी बैंक। चैनल मीडिया हम संपर्क कर रहे हैं कि हमारी बात को आवाज उठाओ। इतने लोग डेली नहीं उठा ले रहे। एक मीडिया को हम लोग 15 दिन फॉलो किए, सारा डिटेल लिया, प्रूफ लिया, एविडेंस लिया। नहीं होगा। उसके बाद मीडिया का तो मेरा एक्सपीरियंस